ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ആറാമത്തെ പാഠം അദ്ദർസു സാദിസു, ആറാമത്തെ പാഠം. ഈ പാഠത്തിൽ ഹാദിഹിയാണ് പഠിക്കാൻ പോകുന്നത്. ഹാദ നമ്മൾ പഠിച്ചു, പുല്ലിംഗം. ഇസ്മുൽ ഇഷാര ലിൽ ഖരീബ്, അടുത്തേക്ക് ചൂണ്ടുന്ന ഇസ്മായിരുന്നു ഹാദ. അത് മുസക്കറായിരുന്നു, പുല്ലിംഗം. പിന്നെ എന്തൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു? മുഫ്രദാണ്, ഏകവചനം. പിന്നെ മബ്നിയാണ്, മാറൂല. മബ്നിയുൻ അല സുക്കൂൻ, ഹാദാക്ക് ശേഷമുള്ള അലിഫിൻ്റെ മുകളിൽ സുക്കൂനാണ്. അപ്പോൾ സുക്കൂനിൻ്റെ മേൽ മബ്നിയാണ്. സുക്കൂനിൻ്റെ മേൽ സ്ഥിര അന്ത്യാക്ഷരം സ്ഥിരാണ്, സുക്കൂനാണ്, സ്ഥിരാണ്. അത് അന്ത്യാക്ഷരം സ്ഥിരം, അത് മാറൂല, സ്ഥിരാണ്. മർഫു ആവൂല. മർഫു ആകുന്നിടത്തും ആ സുക്കൂൻ തന്നെ ആയിട്ട് തന്നെ ഹാദാന്ന് തന്നെ എഴുതാം. മൻസൂബ് ആകുന്നിടത്തും ഹാദാന്ന് തന്നെ എഴുതാം. ഫതഹ് വരുന്നിടത്ത്, മജ്റൂർ ആകുന്നിടത്തും ഹാദാന്ന് തന്നെ എഴുതാം. അപ്പോൾ ഹാദിയും ഹാദിയും തമ്മിൽ ഒരു വ്യത്യാസമില്ല, രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ഒന്ന്, അത് സ്ത്രീലിംഗമാണ്. ഹാദ പുല്ലിംഗാകുമ്പോൾ ഹാദിഹി സ്ത്രീലിംഗം. പിന്നെ ഹാദിഹി, അതിൻ്റെ അവസാനത്തെ അക്ഷരം ഹാദിഹി കസറാണ്. അപ്പം മബ്നിയുൻ അലൽ കസറത്തിയാണ്. മബ്നിയുൻ അലൽ കസർ, കസറിന്മേൽ അന്ത്യാക്ഷരം സ്ഥിരമാണ്. കസറിന്മേൽ മബ്നിയാണ്. ഓക്കെ, ഹാദിഹി. അപ്പം മർഫു ആകേണ്ടടുത്ത്, ലമ്മത്ത് വരുന്നിടത്തും ഹാദിഹി എന്ന് എഴുതാം. ഫതഹത്ത് മൻസൂബ് ആകുന്നിടത്തും ഹാദിഹി എന്ന് എഴുതാം. മജ്റൂർ ആകുന്നിടത്തും ഹാദിഹി എന്നാണ് എഴുതാം. ഓക്കെ, അപ്പോൾ ഹാദിഹി എന്ന് എഴുതുമ്പോൾ കസറത്ത് മജ്റൂറല്ല, മബ്നിയാണ്. അത് മനസ്സിലാക്കണം. ഓക്കെ, ഹാദിഹി അതിൻ്റെ അവസാനം മബ്നിയാണ്, കസറത്തുന്മേൽ മബ്നി. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഹാദി ബിനു ഹാമിദിൻ വഹാദിഹി ബിന്തു യാസിറിൻ. അപ്പോൾ ചിത്രത, ഇത് ഹാമിദിൻ്റെ മകനാണ്, ഇത് യാസിറിൻ്റെ മകളുമാണ്. അപ്പോൾ ആദ്യത്തേത് ജുംല, രണ്ട് ജുംലകളുണ്ട്, ജുംലത്താനി. അപ്പോൾ ആദ്യത്തെ ജുംലയിൽ മകനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാദ വന്നു, ഹാദ. ആദ്യത്തെ ജുംലയിൽ മകനെക്കുറിച്ച് വന്നപ്പം ഹാദ എന്ന് വന്നു, അല്ലേ? ഹാദ. രണ്ടാമത്തെ ജുംലയിൽ ബിന്തു വന്നു, അപ്പോൾ ഹാദിഹി വന്നു. അപ്പോൾ പെണ്ണിനെക്കുറിച്ച് പറഞ്ഞപ്പം ഹാദിഹീന്നും ആണിനെക്കുറിച്ച് പറഞ്ഞപ്പം ഹാദാന്നും. അപ്പോൾ ഹാദി ബിനു ഹാമിദിൻ, ഹാമിദിൻ്റെ മകനാണ് ഇത്. ഹാദി ബിനു ഹാമിദിൻ, ഹാമിദിൻ്റെ മകനാണ് ഇത്. വഹാദ മുബ്തദഉൻ മർഫൂൻ, ഇബ്നു ഖബർ, വഹുവ മുലാഫ്, ഹാമിദിൻ മുലാഫിലെ മജ്റൂർ, അല്ലേ? ഹാമിദിൻ്റെ മകൻ. അപ്പോൾ ഇബ്നു എന്താവും? മുലാഫാവും. ഹാമിദിൻ എന്താവും? മുലാഫിലെയാവും, അത് മജ്റൂറും ആവും. പിന്നെ ഇബ്നു എന്തും കൂടിയാണ്? ഖബറാണ്, ഹാദൻ്റെ ഖബറാണ്. ഇതിനെക്കുറിച്ച് കിട്ടുന്ന വാർത്തയാണ് ഇബ്നു. അവരടുത്ത് നോക്കൂ, വാ ഹർഫു അത്ഫ്. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, അല്ലേ? മുബ്തദഉനാണ്. കാരണം എന്താ? ഹാദിഹി ആണ് ആരംഭിക്കുന്ന ഇസ്മ. അപ്പോൾ ആരംഭിക്കുന്ന ഇസ്മ എപ്പോഴും മുബ്തദയാണ്. മുബ്തദ എപ്പോഴും മർഫൂ ആണ്. പക്ഷേ ഇവിടെ ഹാദിഹു എന്ന് എഴുതോ? ഇല്ല. കാരണം എന്താ? മർഫൂ ആണ്, പക്ഷേ ഹാദിഹു എന്ന് എഴുതോ? ഇല്ല. കാരണം ഹാദിഹി മബ്നിയാണ്. ഹാദിഹി എപ്പോഴും ഹാദിഹി എന്നായിരിക്കും. ദമ്മത്ത് വരേണ്ടിടത്തും ഹാദിഹി എന്നായിരിക്കും. ഫതഹത്ത് വരേണ്ടിടത്തും ഹാദിഹി എന്നായിരിക്കും. കസറത്ത് വരേണ്ടിടത്തും ഹാദിഹി എന്നായിരിക്കും. കാരണം അത് മബ്നിയുൻ അലൽ കസറത്തി. അപ്പോൾ ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, ബിന്തു ഖബർ വഹുവ മുലാഫ്. കാരണം യാസിറിൻ്റെ മകൾ എന്നാണ്, യാസിറിൻ്റെ പെൺകുട്ടി. അപ്പോൾ ബിന്തു ഖബർ വഹുവ മുലാഫ്, യാസിറിൻ മുലാഫിലെ മജ്റൂർ.
അടുത്ത നോക്കൂ, ഇബ്നു. അപ്പം ആദ്യത്തെ സെൻറ്റൻസിൽ ഹംസത്തുൽ വസ്ലും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഹാദ ഇബ്നു ഹാമിദ് എന്ന് പറയാതെ ഹാദിബിനു ഹാമിദ് എന്ന് പറഞ്ഞത്. ഹാദിബിനു ഹാമിദ്, കാരണം അത് ഹംസത്തുൽ വസ്ലാണ്. ഒരു കലിമക്ക് ശേഷം, ഹാദക്ക് ശേഷമാണ് ഇബ്നു എന്നതിൻ്റെ ഹംസത്തുൽ വസ്ൽ വരുന്നത്. അതുകൊണ്ട് അലിഫ് ഉച്ചരിക്കൂല. അപ്പോൾ ഹാദിബിനു ഹാമിദിൻ, ഹാദ ഇബ്നു ഹാമിദ് എന്ന് പറയൂല. ഇനി അടുത്ത സെൻറ്റൻസ് നോക്ക്, ഇബ്നു തുടങ്ങുകയാണ്, അപ്പോൾ ഉച്ചരിക്കും. ഇബ്നു ഹാമിദിൻ ജാലിസുൻ, ഹാമിദിൻ്റെ മകൻ ഇരിക്കുന്നവനാണ്. വബിന്തു യാസിറിൻ വാഖിഫത്തുൻ, യാസിറിൻ്റെ പെൺകുട്ടി മകള് നിൽക്കുന്നവളുമാണ്. അപ്പോൾ ഇബ്നു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, ഹാമിദിൻ മുലാഫിലെ മജ്റൂർ, ജാലിസിനോ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. ഓക്കെ, ഇതൊക്കെ നമ്മൾ നന്നായി പഠിച്ചതാണ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ റിവിഷൻ ചെയ്തവർക്ക് ഇത് ഇൻഷാ അല്ലാഹ് എളുപ്പമായിരിക്കും. റിവിഷൻ ചെയ്യാൻ പറ്റാത്തവർ ഒന്നും കൂടി ആ ആദ്യത്തെ 5 പാഠങ്ങൾ നന്നായി പഠിക്കാൻ സമയം കാണേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇബ്നു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, ഹാമിദിൻ മുലാഫിലെ മജ്റൂർ, ജാലിസുൻ ഖബറുൻ മർഫൂൻ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ നക്കിറയായിരിക്കും. വാ ഹർഫു അത്തഫ്, ബിന്തു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, യാസിറിൻ മുലാഫിലെ മജ്റൂർ, അല്ലേ, യാസിറിൻ്റെ മകൾ. വാഖിഫത്തുൻ, നിൽക്കുന്നവളാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് വാഖിഫത്തുൻ, അവസാനം താ വന്നല്ലോ. താ മർബൂത്ത എന്ന് പറയുന്ന താ, സ്ത്രീയുടെ അടയാളമായ താ വന്നത് എന്തുകൊണ്ടാണ്? ബിന്തു എന്ന് വന്നുകൊണ്ട്. ഓക്കെ, ആദ്യത്തെ സെൻറ്റൻസിലോ ഇബ്നു ആണ്. അപ്പോൾ ജാലിസുൻ. ഇവിടെ ഇബ്നുവിന് പകരം ബിന്തു ആയിരുന്നെങ്കിലോ, ബിന്തു ഹാമിദ് എന്നായിരുന്നെങ്കിലോ, അപ്പോൾ ജാലിസത്തുൻ എന്ന് പറയണം, പെണ്ണാക്കണം. ഓക്കെ, ബിന്തു ഹാമിദിൻ, ഹാമിദിൻ്റെ മകൾ എന്നായിരുന്നെങ്കിലോ ജാലിസത്തുൻ. അവിടെ രണ്ടാമത്തെ സെൻറ്റൻസിൽ ബിന്തുവിന് പകരം ഇബ്നു ആയിരുന്നെങ്കിലോ ഇബ്നു യാസിറിൻ വാഖിഫുൻ, താഴെഴുതൂല, ആണാകുമ്പോൾ താഴെഴുതൂല, വാഖിഫുൻ. ഇവിടെ ബിന്തു പെണ്ണായതുകൊണ്ടാണ് വാഖിഫത്തുന്നും, ആദ്യത്തെ സെൻറ്റൻസിൽ ഇബ്നു ആയതുകൊണ്ടാണ് ജാലിസത്തുൻ എഴുതാതെ ജാലിസുൻ എഴുതിയത്. ബാറക്കല്ലാഹു ഫീക്കും. മൻ ഹാദിഹി, ഇതാരാണ്? അപ്പോൾ ഒരു സ്ത്രീയെ കണ്ടിട്ട് ചോദിക്കണമെങ്കിൽ എങ്ങനെ പറയാം? മൻ ഹാദിഹി, ഇതാരാണ്, അല്ലെങ്കിൽ ഇവൾ ആരാണ്, അല്ലെങ്കിൽ ഇവർ ആരാണ്? ഹാദിഹി ഉഖ്തുൽ മുഹന്ദിസി, എഞ്ചിനീയറുടെ മകളാണ് ഇത്. എഞ്ചിനീയറുടെ മകളാണ്, ഇവൾ എഞ്ചിനീയറുടെ മകളാണ്. ഉഖ്തു സിസ്റ്റർ, പെങ്ങൾ. മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ, ഉഖ്തു എന്ന് പറഞ്ഞാൽ സിസ്റ്റർ. അപ്പോൾ ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, കാരണം ആരംഭിക്കുന്ന ഇസ്മാണ് ഹാദിഹി, അത് ആരംഭിക്കുന്ന ഇസ്മ മുബ്തദയാണ്, അത് മർഫൂ ആണ്. മുബ്തദ എപ്പോഴും മർഫൂ ആണ്. അപ്പോൾ ഹാദിഹി അവസാനം കസറാണെങ്കിൽ ഇതെന്താണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്? മർഫൂ ആണ്, കാരണം മുബ്തദ എപ്പോഴും മർഫൂ ആണ്. ഇത് മബ്നി ആയതുകൊണ്ടാണ് ഹാദിഹി എന്നെല്ലാം ഉള്ളത്. ഉഖ്തു ഖബർ വഹുവ മുലാഫ്, അല്ലേ, മുലാഫാണ്, എഞ്ചിനീയറുടെ സിസ്റ്റർ, എഞ്ചിനീയറുടെ പെങ്ങൾ. അപ്പോൾ ഉടേന്ന് വന്നാൽ എന്താ? മുലാഫിലൈ. അപ്പോൾ ഉഖ്തു ഖബർ വഹുവ മുലാഫ്. അതുകൊണ്ടാണ് ഉഖ്തുക്ക് അലിഫ്ലാം ഇല്ലാത്തത്, തൻവീൻ ഇല്ലാത്തത്, അല്ലേ. ഉഖ്തു എന്ന് പറയാം, ഇല്ല, തൻവീൻ ഇടൂല, താക്ക് തൻവീൻ ഉണ്ടാകാൻ പാടില്ല, കാരണം ഇതെന്താ? മുലാഫാണ്. അപ്പോൾ ഉഖ്തുൽ മുഹന്ദിസി, എഞ്ചിനീയറുടെ പെങ്ങൾ. അപ്പോൾ ഉഖ്തു മുബ്തദ ഖബറുൻ വഹുവ മുലാഫ്, അൽ മുഹന്ദിസി മുലാഫിലെ മജ്റൂർ. എന്തുകൊണ്ട് മുഹന്ദിസിന് തൻവീനില്ല? മുഹന്ദിസിന് അലിഫ്ലാമുണ്ട്. അപ്പോൾ അലിഫ്ലാം വന്നാൽ തൻവീൻ എഴുതൂല. അൽ മുഹന്ദിസി. അഹിയ ഐലൻ മുഹന്ദിസത്തുൻ. അപ്പോൾ അഹിയ, അവളും ആണോ? ഐല എന്ന് പറഞ്ഞാൽ
തന്നെ പറയാൻ വേണ്ടിയിട്ട്, വീണ്ടും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഐദൻ ഉപയോഗിക്കുക. അവളും ആണോ എഞ്ചിനീയർ? അപ്പോൾ തുടക്കത്തെ ആദ്യത്തെ സെൻറ്റൻസിൽ ഉഖ്തുൽ മുഹന്ദിസി, എഞ്ചിനീയറുടെ സിസ്റ്റർ. അപ്പോൾ ആടെ എഞ്ചിനീയർ ആണായിരുന്നു. ഓക്കെ, എഞ്ചിനീയറുടെ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ആണായിരുന്നു. ഇനി ഈ സിസ്റ്ററും എഞ്ചിനീയർ ആണോ എന്ന് ചോദിച്ചപ്പോൾ മുഹന്ദിസ് എന്തായി? മുഹന്ദിസത്തുൻ. ഓക്കെ, അപ്പോൾ പെണ്ണിനെക്കുറിച്ചാണ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ താ മർബൂത്ത താ എഴുതണം. അപ്പോൾ ഹിയ എന്ന് പറഞ്ഞാൽ ആ ഹിയ അവളാണോ? ഐലൻ അവളും ആണോ? മുഹന്ദിസത്തുൻ എഞ്ചിനീയർ. ഹിയ എന്ന് പറഞ്ഞാൽ അവൾ, ആ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നത്, ആ ഹർഫു ഇസ്തിഫാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഉത്തരം എന്താ? ലാ ഹിയ തബീബത്തുൻ. അല്ല, ലാ എന്ന് പറഞ്ഞാൽ അല്ല. ഹർഫു നഫി, നിഷേധിക്കുന്ന ലാം. ഹർഫു നഫി, നിഷേധിക്കുന്ന ഹർഫ് ലാം. ലാ ഹർഫാണ്, അത് നിഷേധിക്കുന്ന ഹർഫാണ്. ഹർഫു നഫി. ഹിയ തബീബത്തുൻ, അവൾ ഡോക്ടറാണ്. അപ്പോൾ അവൾ എഞ്ചിനീയർ അല്ല, ഡോക്ടറാണ്. അപ്പോൾ ഒന്ന് ഹിയ എന്ന് എഴുതി, കാരണം സ്ത്രീയാണ്. ഹുവ എന്ന് എഴുതാൻ പാടില്ല, സ്ത്രീയാകുമ്പോൾ ഹിയ. പിന്നെ തൊബീബുൻ എന്നല്ല എഴുതിയ, പിന്നെയോ തൊബീബത്തുൻ, ആ താ എഴുതി, കാരണം സ്ത്രീയാണ്. അപ്പോൾ തൊബീബത്തുൻ, അവൾ ഡോക്ടറാണ്. അപ്പോൾ ഹിയ എന്താ? മുബ്തദഉൻ മർഫൂൻ. തൊബീബത്തുൻ എന്താ? ഖബറും മർഫൂൻ. കാരണം ഒറ്റ വാക്കിൽ വരുന്ന ഖബർ, അതിന് അലിഫ് ലാം ഉണ്ടാവില്ല, അത് തൻവീൻ ഉണ്ടാകും. അപ്പോൾ ഹിയ മുബ്തദഉൻ മർഫൂൻ. മർഫൂനാണ്, ആണ്, കാരണം മുബ്തദ എപ്പോഴും മർഫൂ ആണ്. പിന്നെ പക്ഷേ ഹിയ എന്താണ്? ഹുവനെ പോലെ തന്നെ ഹിയോ എന്താണ്? മബ്നിയാണ്. തബീബത്തുൻ ഖബറുൻ മർഫൂൻ. ഇതാ നമ്മൾ പറഞ്ഞു ഹർഫു നഫി. സയ്യാറത്തു മൻ ഹാദിഹി, ചിത്രം കണ്ടോ? കാറ്. സയ്യാറത്തു മൻ ഹാദിഹി. ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത്, മൻ എന്ന് പറഞ്ഞാൽ ആര്. അപ്പോൾ സയ്യാറത്തു എന്ന് പറഞ്ഞാൽ കാറ്. ഇതാരുടെ കാറാണ്? സയ്യാറത്തു മൻ ഹാദിഹി, ഇതാരുടെ കാറാണ്? ഹാദിഹി സയ്യാറത്തുൽ മുദീരി, ഇത് മാനേജറുടെ കാറാണ്. അപ്പോൾ സയ്യാറത്ത് വന്നുകൊണ്ടാണ് ഹാദിഹി. അറബി ഭാഷയിൽ സയ്യാറത്ത് പെണ്ണാണ്, സ്ത്രീലിംഗാണ്. ഓക്കെ, അപ്പോൾ ഹാദിഹി സയ്യാറത്തുൽ മുദീരി, ഇത് മാനേജറുടെ കാറാണ് ഇത്. അപ്പോൾ ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, സയ്യാറത്തു ഖബറുൻ, വഹുവ മുലാഫ്, അല്ലേ, മുദീറിൻ്റെ കാർ. അപ്പോൾ വഹുവ മുലാഫ്, അൽ മുദീരി മുലാഫിലെ മജ്റൂർ. ഒരു ചിത്രത്തിൽ എന്താ? ഇസ്തിരിപ്പെട്ടിയാണ്. അപ്പോൾ ഇസ്തിരിപ്പെട്ടി. മാ ഹാദിഹി, ഇതെന്താണ്? ഹാദിഹി മിക്വാത്തുൻ, ഹാദിഹി മിക്വാത്തുൻ, ഇതൊരു ഇസ്തിരിപ്പെട്ടിയാണ്. അപ്പോൾ ഇസ്തിരിപ്പെട്ടിക്ക് എന്താ പറയുക? മിക്വാത്തുൻ. അപ്പോൾ ഇസ്തിരിപ്പെട്ടി സ്ത്രീലിംഗാണ് അറബി ഭാഷയിൽ, അതുകൊണ്ടാണ് താ വന്നത്. അപ്പോൾ താ മർബൂത്ത ഉണ്ട്, അപ്പോൾ അത് സ്ത്രീലിംഗാണ്, മിക്വാത്തുൻ. അപ്പോൾ മിക്വാത്തുൻ ഇസ്തിരിപ്പെട്ടി സ്ത്രീലിംഗായതുകൊണ്ടാണ് ഹാദ എന്നല്ല പറയാം, പിന്നെ ചൂണ്ടുമ്പോൾ ഹാദിഹി എന്ന് പറയാം. ഹാദിഹി മിക്വാത്തുൻ, ഇതൊരു ഇസ്തിരിപ്പെട്ടിയാണ്. അപ്പോൾ ഹാദിഹി മുബ്തദഉൻ മർഫൂൻ, മിക്വാത്തുൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ നമ്മൾ പദങ്ങൾ പഠിച്ചു, പിന്നെ ഹാദിഹിയും പഠിച്ചു. അപ്പോൾ ഹാദിഹി ഒന്ന് നോക്കാം. ഹാദ നമ്മൾ 1, 2, 3 എണ്ണിയതുപോലെ ഒന്ന് ഹാദിഹി പറഞ്ഞു നോക്കാം. 1, അത് ഇസ്മുൽ ഇഷാരയിൽ ഖരീബ്, അടുത്തേക്ക് ചൂണ്ടുന്ന ഇസ്മാണ്. 2, അത് മുഅന്നസാണ്, സ്ത്രീലിംഗം. ഹാദ എന്തായിരുന്നു? മുസക്കറായിരുന്നു, പുല്ലിംഗം. ഹാദിഹി എന്താ? മുഅന്നസ്, സ്ത്രീലിംഗം. പിന്നെ അത് മുഫ്രദാണ്, ഏകവചനത്തിന് ഉപയോഗിക്കുന്നത്. പിന്നെ അതെന്താണ്? മബ്നിയുൻ അലൽ കസ്റത്തി. ഹാദ എന്തായിരുന്നു? മബ്നിയുൻ അല സുക്കൂൻ, ഇത് മബ്നിയുൻ അലൽ കസ്റത്തി. പിന്നെ നമ്മൾ പഠിച്ച പുതിയ വേർഡ്സ് എന്തൊക്കെ? ഒന്ന് ജാലിസുൻ, ഇരിക്കുന്നവൻ. പിന്നെ വാക്കിഫത്തുൻ, നിൽക്കുന്നവൻ. പിന്നെ മുഹന്ദിസ്, എഞ്ചിനീയർ. ഉഖ്തു, സിസ്റ്റർ, പെങ്ങൾ. ഓക്കെ, പിന്നെ മിക്വാത്തുനും പുതിയ വേർഡാണ് ഇസ്തിരിപ്പെട്ടി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി നന്നായി പഠിക്കണം. ഇൻഷാ അല്ലാഹ് എളുപ്പമായിരിക്കും, ബുദ്ധിമുട്ടുണ്ടാവില്ല.
ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ബാറക്കല്ലാഹു ഫീക്കും.